നമസ്കാരം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാൻ ഒരു ദിവസം മാത്രം അവശേഷിക്കെ നിതീഷ് കുമാറിന്റെ രാജ്യസഭയിലേക്ക് എന്ന വാർത്തയാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ ചർച്ചാ വിഷയമാകുന്നത്. മുഖ്യമന്ത്രി നിതീഷ് കുമാർ വ്യാഴാഴ്ച രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കുമെന്നും നിതീഷിന്റെ കൂടെ അമിത്ഷായും ഉണ്ടാകുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനായി നിതീഷ് കുമാർ പട്നയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബീഹാറിലെ 5 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വ്യാഴാഴ്ച അവസാനിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യാഴാഴ്ച പട്നയിൽ എത്തുമെന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന വേളയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. നാമനിർദ്ദേശ പ്രക്രിയയ്ക്ക് ശേഷം അമിത്ഷാ, നിതീഷ് കുമാർ, മറ്റ് NDA നേതാക്കൾ എന്നിവരുമായി ഒരു കൂടിക്കാഴ്ച നടക്കും എന്നാണ് BJP തന്നെ പറയുന്നത്. നിതീഷ് കുമാറിന് പകരം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ബീഹാർ മുഖ്യമന്ത്രിയാകാനാണ് സാധ്യത. നിതീഷിന്റെ മകൻ നിശാന്ത് കുമാറിനെ ഉപമുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള പുതിയ അധികാര കൈമാറ്റ ഫോർമുലയാണ് NDAയിൽ ചർച്ചയാവുന്നത്. നിതീഷ് കുമാറും നിത്യാനന്ദ റായും പദവികൾ കൈമാറുന്നതോടെ കേന്ദ്ര മന്ത്രിസഭയിൽ അഴിച്ചുപണി അനിവാര്യമാകും. നിത്യാനന്ദ റായ് വഹിച്ചിരുന്ന ആഭ്യന്തര സഹമന്ത്രി സ്ഥാനം ഒഴിയുന്നതും നിതീഷ് കുമാർ ക്യാബിനറ്റ് പദവിയിലേക്ക് എത്തുന്നതും വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കും. വിശാലമായ പുനഃസംഘടന നടന്നാൽ കേരളത്തിൽ നിന്നടക്കമുള്ള നേതാക്കൾക്ക് മന്ത്രിസഭയിൽ ഇടം ലഭിക്കാൻ സാധ്യതയുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് അതാത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുന്ന രീതി ഇത്തവണയും BJP തുടർന്നേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാക്കാൻ ഈ പ്രാതിനിധ്യം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ നവംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA നേടിയ വൻ വിജയത്തിന് പിന്നാലെ 10ാം തവണയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നിതീഷ് കുമാർ മുൻധാരണ പ്രകാരമാണ് ഇപ്പോൾ പടിയിറങ്ങുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട് എന്നാണ് സൂചന. ബീഹാറിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് നിതീഷ് കുമാർ നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചേക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. BJP അതായത് സംസ്ഥാനത്ത് ആദ്യമായി BJPക്ക് മുഖ്യമന്ത്രി പദം ലഭിക്കാനുള്ള വഴി ഇതോടുകൂടി തെളിയും. നിത്യാനന്ദ റോയ്ക്കൊപ്പം സമ്രാട് ചൗധരി, വിജയ് സിൻഹ എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. നിതീഷിന്റെ മകൻ നിശാന്ത് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ ഭാഗമായി ഉപമുഖ്യമന്ത്രി പദം നൽകിയേക്കും എന്ന ഒരു വാർത്തയും ഇപ്പോൾ ബീഹാറിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. രാജ്യസഭ നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്ന് ആയതിനാൽ കേന്ദ്ര സംസ്ഥാന ഭരണതലങ്ങളിലെ മാറ്റങ്ങൾ സംബന്ധിച്ച ഔദ്യോഗികമായ പ്രഖ്യാപനവും ഉടനുണ്ടാകും. നിതീഷ് കുമാറിന്റെ വരവും നിത്യാനന്ദ റോയുടെ മടക്കവും കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു വലിയ അഴിച്ചുപണിക്ക് കളമൊരുക്കും. അതായത് നിതീഷ് കുമാറിന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കസേര ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നിത്യാനന്ദ റായ് കൈകാര്യം ചെയ്തിരുന്ന ആഭ്യന്തര സഹമന്ത്രി സ്ഥാനം ഒഴിയുന്നതോടെ പ്രധാനപ്പെട്ട പല വകുപ്പുകളിലും മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കളെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തി രാഷ്ട്രീയ മേൽക്കൈ നേടുക എന്ന് BJPയുടെ ഒരു പതിവ് ശൈലിയാണ്. ഈ പുനഃസംഘടനയിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾക്കും വലിയ പ്രതീക്ഷയാണ് ഉള്ളത്.